ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 9ാമത്തെ ദിവസം, അതായത് ഏറ്റവും ഐശ്വര്യപൂർണമായ 9 ദിവസങ്ങളിൽ അവസാനത്തെ ദിവസം. അന്ന് സർവേശ്വരിയെ നമ്മൾ ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? സിദ്ധിദാത്രി എന്ന രൂപത്തിലാണ് ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ശരിക്കും ആദിപരാശക്തിയാണ് സിദ്ധിദാത്രി. സർവേശ്വരൻ, അതായത് മഹേശ്വരൻ, സൃഷ്ടിക്കായിട്ട് ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ദേവീ മഹാത്മ്യത്തിൽ ഭഗവതിയാണ് സൃഷ്ടികൾ നടത്തിയത് എന്ന് പറയുന്നു. അതുപോലെ ത്രിമൂർത്തികളെ സൃഷ്ടിച്ചതുപോലും ദേവിയാണ് എന്നാണ് ദേവീ മഹാത്മ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദിപരാശക്തിയാണ് സിദ്ധിദാത്രി. എല്ലാ ഐശ്വര്യങ്ങളും വാരിക്കോരി നൽകുന്ന ഭഗവതിയാണ് സിദ്ധിദാത്രി. മഹേശ്വരൻ പോലും ഭജിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. ഭഗവാൻ നിരന്തരം ഭഗവതിയെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളെപ്പോഴും ശിവൻ ധ്യാനിക്കുന്നത് കാണുന്നുണ്ട്. ആ ധ്യാനത്തിൽ ഭഗവാന്റെ ആ പ്രാർത്ഥനയിൽ ദേവിയാണ് ഉള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് സകലതിനെയും സൃഷ്ടിക്കുന്നത് സർവേശ്വരിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവതി ശിവൻ്റെ ഇടതു പകുതി ആയി മാറിയെന്നും അങ്ങനെയാണ് ഭഗവാന് അർദ്ധനാരീശ്വരൻ എന്ന പേര് ലഭിച്ചത് എന്നും വിശ്വസിക്കുന്നു. ആദിപരാശക്തിയായ ദേവിയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ്. ദേവി താമരപ്പൂവിൽ ഇരിക്കുന്നതായും കാണപ്പെടുന്നു. മഹാദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. വലതു കൈകളിൽ ഗദയും ചക്രവും പിടിച്ചിരിക്കുന്നു. ഇടതു കൈകളിൽ താമരപ്പൂവും ശംഖുമാണ് ഉള്ളത്. മഹേശ്വരന് പോലും ശക്തിയില്ലാതെ ചലിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനെപ്പറ്റി ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം പോലും ഈ കാര്യമാണ് വർണ്ണിക്കുന്നത്. അതായത് മഹേശ്വരന് ശക്തിയില്ലാതെ ഒന്ന് ചലിക്കുവാൻ പോലും സാധിക്കത്തില്ല എന്ന രീതിയിലാണ് ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം തന്നെ രചിച്ചിരിക്കുന്നത്. ശരണാഗതന്മാരുടെ ദുഃഖത്തെയെല്ലാം നശിപ്പിക്കുന്ന ജഗത് മാതാവാണ് ആര്? സർവേശ്വരി. അങ്ങനെയുള്ള സർവേശ്വരി പ്രസാദിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ലോകത്തിന് തന്നെ ആധാരമായിട്ടുള്ളത് സർവേശ്വരിയാണ്. മനുഷ്യരുടെ മാത്രമല്ല ദേവി ദുഃഖങ്ങൾ ശമിപ്പിക്കുന്നത്. ദേവന്മാരുടെ പോലും ദുഃഖങ്ങൾ ദേവി ശമിപ്പിച്ചിട്ടുണ്ട്. എത്രയോ അസുരന്മാരെയാണ് ഭഗവതി ഒറ്റയ്ക്ക് വധിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആദിപരാശക്തിയെയാണ് നമ്മൾ 9ാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. അന്ന് നിർബന്ധമായും എല്ലാവരും ലളിത സഹസ്രനാമം ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഭഗവതിയെ പ്രാർത്ഥിക്കാനായി പ്രത്യേകം നാമമുണ്ട്. ആ നാമം വീഡിയോയുടെ അവസാനം ഞാൻ എഴുതി കാണിക്കാം, അർത്ഥവും പറഞ്ഞു തരാം. അത് ജപിച്ചോളൂ. പക്ഷേ നിർബന്ധമായും ജപിക്കേണ്ടത് ലളിതാ സഹസ്രനാമമാണ്. സിദ്ധിദാത്രീ ദേവിയുടെ നാമം ജപിച്ചില്ലെങ്കിൽ പോലും സാരമില്ല. പക്ഷേ ലളിതാ സഹസ്രനാമം നിർബന്ധമായും ജപിക്കണം. കാരണം എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആദിപരാശക്തിയെയാണ് 9ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അന്നേ ദിവസം ദേവിക്ക് വഴിപാടായി പ്രസാദമായി നമ്മൾ സമർപ്പിക്കേണ്ടത് എള്ളാണ്. എള്ളുകൊണ്ടുള്ള എന്തു പലഹാരം വേണമെങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം.
എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം. എള്ളുണ്ട, എള്ളുപായസം ഇതൊക്കെ നിങ്ങൾക്ക് അന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കാം. അതുപോലെ അന്നേ ദിവസം നമ്മൾ പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ചുവപ്പ് നിറത്തിലുള്ള പൂക്കളോ മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ ഉപയോഗിച്ചിട്ട് അന്നേ ദിവസം ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. കേതൂർ ദശയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ കേതു നമ്മുടെ ജാതകത്തിൽ ഗൃഹനിലയിൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകൾ ഒക്കെ തന്നെ ദേവിയെ സിദ്ധിദാത്രി രൂപത്തിൽ മഹേശ്വരിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കേതു സംബന്ധമായ ദോഷങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ രാഹുവും കേതുവും അത് ഒരു അനിഷ്ടഭാവത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കാളസർപ്പദോഷം ഉണ്ടാകുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകൾക്കെല്ലാം തടസ്സം നിൽക്കുന്നു എന്നാണ് ഈ ദോഷത്തെപ്പറ്റി സാധാരണയായി പറയാറുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ രാഹു കേതു പൂജയൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ എത്ര പൂജ ചെയ്താലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മഹേശ്വരനെയും ദേവിയെയും അത് നിർബന്ധമായും ഭജിക്കണം. അങ്ങനെയുള്ള ഒരു ദേവിയാണ് മനസാദേവി. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കേരളത്തിൽ മഹാലക്ഷ്മി, സരസ്വതി, ദുർഗ അല്ലെങ്കിൽ ഭദ്രകാളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ സാധാരണ പറയുന്ന ദേവിമാരെ പറ്റി മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഭഗവതിയുടെ വിവിധ രൂപങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ദേവിയാണ് മനസാദേവി. ഈ ദേവിക്ക് വലിയ പ്രത്യേകതയുണ്ട്. ആ ദേവിയുടെ കഥ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ പണ്ട് നമ്മുടെ ഭൂമിയിൽ ധാരാളം സർപ്പങ്ങളുടെ ശല്യമുണ്ടായി. അങ്ങനെ സർപ്പങ്ങളുടെ കടിയേറ്റിട്ട് ധാരാളം ആളുകൾ മരിക്കാനും തുടങ്ങി. ഉടൻ തന്നെ ജനങ്ങളെല്ലാവരും പേടിയോടുകൂടി മരീചിയുടെ പുത്രനായ കശ്യപൻ്റെ അടുത്ത് ചെന്നു. തങ്ങളുടെ ദുഃഖമൊക്കെ കശ്യപനോട് പറഞ്ഞു. കശ്യപൻ സർപ്പവിഷം ഇല്ലാതാക്കാനുള്ള മഹാസിദ്ധികൾ നേടിയ ഒരു മഹർഷിയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് ചെന്നത്. അങ്ങനെ ജനങ്ങളുടെ സങ്കടം അറിഞ്ഞ മുനി ബ്രഹ്മദേവനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് സർപ്പവിഷം നശിപ്പിക്കുന്നതിനുള്ള അനേകം മന്ത്രങ്ങൾ കൂടി കശ്യപന് ഉപദേശിച്ചു കൊടുത്ത ശേഷം കശ്യപനോട് പറയുകയാണ്, നാം അനവധി മന്ത്രങ്ങൾ നിനക്ക് ഉപദേശിച്ചു തന്നു കഴിഞ്ഞു. ഇനി ഈ മന്ത്രങ്ങൾക്ക് ഒരു അധിഷ്ഠാന ദേവത ഉണ്ടാവണം. ആ ദേവതയെ നീ തന്നെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുക. ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ ഉപദേശമനുസരിച്ച് കശ്യപൻ തൻ്റെ തപശക്തി കൊണ്ട് ഉടൻ തന്നെ ഒരു കന്യകയെ സൃഷ്ടിക്കുകയും തൻ്റെ മനസ്സിൽ നിന്നും രൂപമെടുത്ത ആ കന്യകയ്ക്ക് മനസാദേവി എന്നൊരു പേര് നൽകുകയും ചെയ്തു. ജനിച്ചപ്പോൾ തന്നെ ആ ദേവി യൗവനയുക്തയായി കാണപ്പെട്ടു. ആ ദേവിയാണ് സർപ്പവിഷം ഇല്ലാതാക്കുന്നത്. അങ്ങനെ കശ്യപൻ്റെ നിർദ്ദേശപ്രകാരം മനസാദേവി കൈലാസത്തിലെത്തി അനേക വർഷം അവിടെ തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ കഠിനമായ തപസ്സിൽ തൃപ്തിയായ സംപ്രീതനായ മഹേശ്വരൻ ദേവിക്ക് ദർശനം നൽകുകയും ദിവ്യജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. കൂടാതെ ശ്രേഷ്ഠമായ സാമവേദവും അഷ്ടാധരി എന്ന ശ്രീകൃഷ്ണ മന്ത്രവും ശ്രീകൃഷ്ണ കവചവും മഹേശ്വരൻ ദേവിക്ക് ദാനം ചെയ്തു. അതോടൊപ്പം ജരത്കാരു എന്ന ഒരു പേരും മഹേശ്വരൻ മനസാദേവിക്ക് നൽകി. അങ്ങനെ മനസാദേവിക്ക് ജരത്കാരു എന്നൊരു പേരുകൂടി വന്നു. ഈ ദേവിയെ
ജരത്കാരു എന്നു തന്നെ പേരുള്ള മറ്റൊരു മുനിയാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ അവരുടെ വിവാഹബന്ധത്തിൽ അവർക്ക് ഒരു പുത്രൻ ലഭിച്ചു. ആ പുത്രനാണ് ആസ്തികൻ. ഈ മനസാദേവിയെയും ആസ്തികനെയും നിത്യവും സ്മരിച്ചു പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് സർപ്പവിഷം ഏൽക്കുകയില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഈ കഥ ഞാനിവിടെ പറഞ്ഞത് ഭഗവതി എന്ന സങ്കല്പത്തിന് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഏതു ദോഷങ്ങളും അകറ്റുന്നതിന് ഭഗവതിയോളം ശക്തിയുള്ള മറ്റൊരീശ്വരനില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അമ്മയാണ്. ഏതു പ്രശ്നത്തിനും അമ്മയുടെ മുമ്പിൽ ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് നിത്യവും എല്ലാവരും ദേവീ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ഓരോ ഉപാസനാമൂർത്തികളുണ്ടാകും. പക്ഷേ അക്കൂട്ടത്തിൽ അമ്മ എന്ന പരാശക്തിയെ, മഹേശ്വരിയെ നമ്മൾ മറന്നു പോകരുത്. ഏത് ഈശ്വരനെ വിളിച്ചാലും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ഭഗവതി എന്ന സങ്കല്പത്തെ ഉപാസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളും അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്ത് സംരക്ഷിച്ചു നൽകും സർവേശ്വരി. അതുകൊണ്ട് മഹേശ്വരിയെ നിത്യവും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന സിദ്ധിദാത്രി എന്ന നാമത്തിലുള്ള ആദിപരാശക്തിയെയാണ് നവരാത്രിയുടെ 9ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മഹേശ്വരൻ പോലും ശക്തിയില്ലാതെ അശക്തനാണ് എന്നാണ് വിശ്വസിക്കുന്നത്. സിദ്ധഗന്ധർവ യക്ഷാദ്യൈ അസുരൈ അമരൈർ അപി സേവ്യമാന സദാ ഭൂയാത് സിദ്ധിദാ സിദ്ധിദായിനി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം സിദ്ധന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അസുരന്മാർ, അമരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ, ഇവരെല്ലാം തന്നെ സേവിക്കുന്ന, എപ്പോഴും സേവിക്കുന്ന സിദ്ധികളുടെ ദാതാവായ അല്ലയോ ഭഗവതി, അവിടുത്തെ കാരുണ്യത്താൽ ആ സിദ്ധികളാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും എന്നു വേണ്ട ലോകത്തിലുള്ള സകല ചരാചരങ്ങളും പ്രാർത്ഥിക്കുന്ന ആദിപരാശക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ശക്തിയുള്ള പരാശക്തിയാണ്, അതായത് പരാശക്തിയാണ്, ദേവിയുടെ യഥാർത്ഥമായ ആ രൂപമാണ്. അതായത് ഭഗവതിയുടെ മറ്റവതാരങ്ങളല്ല ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് 9ാമത്തെ ദിവസം. അത് നിങ്ങൾ പ്രത്യേകമായി ഓർക്കണം. സാക്ഷാൽ പരാശക്തിയെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഭഗവതിയെ ഉപാസിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നം മുട്ടില്ല. അക്കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മുടെ വീട്ടിൽ 10 രൂപയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എവിടെങ്കിലും നമ്മൾ 1 രൂപ ഇല്ല, ദൈവമേ 1 രൂപ പോലും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കഴിയുമ്പോൾ എവിടുന്നെങ്കിലും നമുക്ക് ഇച്ചിരി പൈസ, നമ്മൾ മറന്നു വെച്ച കാശെങ്കിലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമുക്കൊന്ന് കൊണ്ടുത്തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. അതായത് സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് നൽകും, പട്ടിണി ഇടത്തില്ല. എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന സാക്ഷാൽ ആദിപരാശക്തിയായ സിദ്ധിദാത്രി രൂപത്തെയാണ് നവരാത്രിയുടെ 9ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നവരാത്രി ദിവസങ്ങളിൽ മാത്രമല്ല, നിത്യവും ലളിതാ സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളിൽ അന്നത്തിനോ സമ്പത്തിനോ
മുട്ടുണ്ടാകത്തില്ല. പരീക്ഷിച്ചു നോക്കിക്കോളൂ. പക്ഷേ ദേവിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാകരുത്. ഞാൻ ഇത്ര ദിവസം പ്രാർത്ഥിക്കും, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന നിലയിലാകരുത്. അല്ലാതെ സർവേശ്വരിയെ മനസ്സു നൊന്ത് വിളിച്ചു പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കിക്കോളൂ. അഴിയാത്ത കുരുക്കുകളും അഴിയും. നിങ്ങളുടെ മുമ്പിൽ എന്ത് തടസ്സമാണോ ഉള്ളത് ആ തടസ്സങ്ങൾ മാറും. 100% ഉറപ്പാണ്. പ്രാർത്ഥിച്ചുകൊള്ളൂ. ഈ നവരാത്രി മുതൽ ഇതുവരെ ലളിതാ സഹസ്രനാമം പ്രാർത്ഥിച്ചു ശീലിച്ചിട്ടില്ലാത്ത ആളുകളെല്ലാവരും തന്നെ ഈ നവരാത്രി ഒരു തുടക്കമായി കണ്ട് നിത്യവും ലളിതാ സഹസ്രനാമം ജപിച്ചോളൂ. തീർച്ചയായിട്ടും ഒരു 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. 100% ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.